ബാക്കി ഇനി സിനിമാ ചോദ്യങ്ങളൊക്കെ ചോദിക്കണതിന് മുമ്പ് തന്നെ എനിക്കൊരു കാര്യം ഇപ്പോൾ ഷീലാമ്മയെ കാണുമ്പോൾ ഇപ്പോൾ ചിലർ നമ്മൾ സ്ക്രീനിൽ കാണും പിന്നെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു രസമുള്ള ഒരു ഓറയാണ് ആക്ച്വലി ഷീലാമ്മ വന്നിരിക്കണ സമയത്ത്. ഭംഗി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അയ്യോ അപ്പം കാണുന്ന പോലെ എന്ന് തന്നെ തോന്നിപ്പോ. എങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ? അതൊരു ഒരു ഒരു സാധാരണ ഒരു കുട്ടി ചോദിക്കണ ഒരു ചോദ്യമായിട്ട് കരുതി. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്ക് എന്നെ മറുപടി അറിയില്ല കേട്ടോ. എന്താ എനിക്കറിയില്ല എന്താണെന്ന്. എല്ലാവരും നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യുക, കുറച്ച് പ്രാണായാമം ചെയ്യും, യോഗ ചെയ്യും. ഇത് മാത്രമല്ല നമ്മുടെ മനസ്സും നന്നായിരിക്കണം. വി ഷുഡ് ബി എപ്പോൾ നമ്മുടെ അകത്ത് ഒരു കുട്ടിത്വം ഉണ്ടാവണം. ഓ ഞാൻ വലിയ ആളാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ആരോടും സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ വേഗം നരച്ച് മുതുക്കിയായി വീട്ടിലിരിക്കേണ്ടി വരും. ഐ എം ഓൾവേസ് ഫ്രീ. എല്ലാവരോടും സംസാരിക്കും. എല്ലാവരും എനിക്ക് വേണം. ഈ കാണുന്ന ഈ ലോകം മുഴുവനും സന്തോഷമാണെന്ന് തോന്നുന്നു എനിക്ക്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഓ ടുഡേസ് ഡേ വിൽ ഗോയിങ് ടു ബി എ വെരി ബ്യൂട്ടിഫുൾ ഡേ. നല്ല ദിവസമായിരിക്കും. ഞാൻ മാത്രം എല്ലാവരും അതുപോലെ വിചാരിക്കണം. നല്ലൊരു ദിവസമായിരിക്കും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ. ഓ എന്താണ് അങ്ങനെയൊന്നും എഴുന്നേൽക്കാൻ പാടില്ല. എഴുന്നേറ്റിരുന്നോണ്ട് ഓ ഇന്നത്തെ ഡേ നല്ല ഡേ ആണ്, നല്ലൊരു ദിവസമാണെന്ന്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാം സന്തോഷമായിരിക്കും. ഒരാൾ പോലും ഞാൻ വഴക്കുണ്ടാക്കില്ല. ഒരാൾ പോലും ഞാൻ എന്നെ കണ്ട് വെറുക്കുന്ന പോലെ ഞാൻ ചെയ്യത്തില്ല. ഇന്നൊരു ചെറിയ ധർമ്മമെങ്കിലും ഞാൻ ചെയ്യും. ഒരു ചെറിയ എന്നെ കൊണ്ട് ആവുന്നത്. ഞാൻ ധർമ്മം ഒരിക്കലും ഞാൻ ഈ പ്രാർത്ഥന പെട്ടിയെ കൊണ്ടേ കാശിടത്തില്ല. അങ്ങനെയൊന്നും ധർമ്മം ചെയ്യില്ല. എൻ്റെ ധർമ്മം എങ്ങനെയാ വെച്ചാൽ ഞാൻ നടന്നു പോയോണ്ടിരിക്കുമ്പോൾ ഇന്നലെ പോലും ഞാൻ കടയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോൾ വൈകുന്നേരം 6 മണിയായി. അപ്പോൾ ഒരു ചെരുപ്പ് തേക്കുന്ന ഒരാളുണ്ടല്ലോ, അന്നത്തെ ക്യാഷ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പാവം 10 രൂപ 5 രൂപ അങ്ങനെ ചില്ലറയായിട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം നിന്ന് അയാളുടെ പുറകെ നിന്ന് നോക്കി. ഞാൻ ധർമ്മം ചെയ്യുന്ന വഴി ഞാൻ ഉടനെ ഒരു 500 രൂപ എടുത്ത് അയാളുടെ കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ വേഗം പോയി കാറിൽ കയറി. അയാളെ അമ്മ 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 എന്ന് പറഞ്ഞു. വെച്ചിക്കോന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോൾ അയാൾക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ, ആ നിമിഷത്തിൽ കിട്ടുന്ന സന്തോഷം, അതാണ് നമുക്ക് ഏറ്റവും വലുത്. ഇങ്ങനെയാണ് ധർമ്മം ചെയ്ത് ചുമ്മാ കൊണ്ട് എല്ലായിടത്തിലും കൊണ്ട് എല്ലാവരും കാണാൻ. ഞാനിപ്പോൾ ഈ പറയില്ലായിരുന്നു എങ്ങനെയാണ് ധർമ്മം ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് അങ്ങേർക്ക് എത്ര കഷ്ടം രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കും ഒരു പ്രായമുള്ള ഒരാൾ അവിടെ ഇരുന്ന് ആ ചെരുപ്പ് കുത്തി എന്ത് കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഒരു 10 രൂപയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം. നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും സന്തോഷമായിരിക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ അതെന്നെ മതി. അതായിരിക്കും നിങ്ങൾ ചോദ്യത്തിൻ്റെ ഉത്തരം. അത് ശരി.